ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ റേച്ചൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോയിൽ കയറി. സംഭവപ്പാര ഓട്ടണെന്ന് ഡ്രൈവർക്ക് വരെ കൺഫ്യൂഷനായി. ബംഗാളിന്റെ ചന്തിന്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളിലുള്ളൂ, ബാക്കിയൊക്കെ പുറത്താണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ വണ്ടിനേക്കാളും കൂടുതൽ പശുക്കളാണ് കേട്ടോ റോട്ടുമേൽ. അങ്ങനെ പോണ വഴിക്ക് ചന്തി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ബംഗാളിൽ നിന്ന് വീഴാൻ. ആ ടൈമിൽ തന്നെ ഡ്രൈവർ എന്തോ സ്കില്ലെടുത്ത് തോന്നെ കഴിച്ചിലാക്കി കൊടുത്തിട്ടാ. അങ്ങനെ ഇപ്പോൾ റേച്ചൂർ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് സ്റ്റാൻഡൊക്കെ നോക്കിയപ്പോഴാ എന്തൊരു വൃത്തിന്നോ, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഒരു പാറയും കെട്ടിടമൊക്കെ കണ്ടത്. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി. സംഭവം ഇതാണ് റേച്ചൂർ കോട്ട. ഏകദേശം 1200 ആ കാലഘട്ടത്തിൽ പണിതതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ പിന്നിടാന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ ഒരു ഫ്രൂട്ടി വാങ്ങാൻ പോയി. ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ്, ഫുള്ള് സിമ്പിൾ മനുഷ്യന്മാരാട്ടാ. മൂപ്പര് വിചാരിച്ചത് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നിട്ട് മൂപ്പര് ഫേമസ് ആവും എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ അവൻ യൂട്യൂബിൽ തപ്പാൻ വേണ്ടിട്ട് എന്നോട് ആ ഐഡിയ ലാസ്റ്റ് ചോദിച്ചു വാങ്ങിയിട്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരൊന്ന് വൈറലാക്കി കൊടുത്തോളിട്ടാ. അപ്പൊ ആവണ്ട ആള്. അങ്ങനെ നേരെ നമ്മളെ ബസ്സിലേക്ക് കയറി. അങ്ങനെ നമ്മളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടോ. പോണ വഴിക്ക് നമ്മൾ നേരത്തെ കണ്ട റേച്ചൂർ കോട്ടേന്റെ ബാക്കി ഭാഗമാണെന്നാ തോന്നുന്നത്. ശരിക്കും എന്താ അറിയില്ല. ഏതായാലും നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. അങ്ങനെ നമ്മളെ സ്റ്റാൻഡിക്ക് ചൂണ്ടിക്കാട്ടിട്ട് ഒരു പ്രതിമ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല, ഇത് ആരാണെന്നും മനസ്സിലായിട്ടില്ല. ഏതായാലും നമുക്ക് ഇവിടുന്ന് എത്തേണ്ട സ്ഥലത്തേക്ക് ഒരു 40-45 മിനിറ്റോളം ഉണ്ട്. സുൻകേശ്വർ ഹൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജ് ഏരിയക്കാണ് നമ്മൾ പോണത് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഈ ഒരു അമ്മൂമ്മനെ ശ്രദ്ധിച്ചത് കേട്ടോ. നോക്കിയപ്പോൾ നമ്മൾ കൊണ്ട് ഒഴിവാക്കി 25 പൈസയൊക്കെ തലേ കൂടെ ഡിസൈനൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും ഏകദേശം 1 മണിക്കൂറിലത്തെ യാത്ര സുൻകേശ്വർ ഹൽ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിലെത്തി. ഇവിടെയാണ് നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞത്. നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്ന ആളാണ് കേട്ടത്. സാഗർ എന്നാണ് ആളെ പേര്. ഏതായാലും മൂപ്പർക്ക് നമ്മളെ ഭാഷ അറിയില്ല, നമുക്ക് മൂപ്പര ഭാഷ അറിയില്ല. പിന്നെ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പൊട്ടും പൊടിയും പറഞ്ഞിട്ട് പേര് ഊരൊക്കെ മനസ്സിലാക്കി. ശരിക്കും ഇതൊരു റിമോട്ട് ഏരിയ ആണ് കേട്ടോ, ഒരു വിജനമായിട്ട് കിടക്കുന്ന വില്ലേജ് എന്ന് തന്നെ പറയാം. അങ്ങനെ ഗൈസ് ഏകദേശം ഒരു 15 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളെ വർക്കിംഗ് സൈറ്റിൽ എത്തിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ പോയി ഭക്ഷണം കഴിച്ചു. ഇത് എനിക്ക് വേണ്ടി ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണും. ബൈ.